നമുക്ക് ബാറ്റിംഗ് സെറ്റപ്പാണ് നോക്കുന്നത്. എങ്ങനെ ഹോൾഡ് ചെയ്യണം, കയ്യിൽ എങ്ങനെയാണ് ബാറ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെ പിടിക്കണം. ഗ്രിപ്പ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബോളിലോട്ട് ബാറ്റിൻ്റെ ഫുൾ സ്പേസ് അങ്ങ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഗ്രിപ്പ് മാറുന്നതനുസരിച്ച് അവിടെ നിന്ന് എറർ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ പറയും, നമ്മൾ ക്രിക്കറ്റിൽ പറയുക. ബാറ്റ് സെറ്റപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അത് നോക്കേണ്ട ഗ്രിപ്പ്, പിന്നെ നമ്മൾ സ്റ്റാൻസ്, ബാറ്റ് ലിഫ്റ്റ്, ഡൗൺസിങ് ആൻഡ് കോൺടാക്ട്, പിന്നെ ഫോളോ ത്രൂ. ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പ് വൈസ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത് കാര്യങ്ങൾ. ബേസിക് ആയിട്ടുള്ള പാറ്റേൺ എന്ന് പറയുന്ന ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ പോകണം. കയ്യിൽ എങ്ങനെയാണ് ബാറ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെ പിടിക്കണം. ആ ഗ്രിപ്പ് മാറുന്നതനുസരിച്ച് അവിടെ നിന്ന് എറർ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ പറയും, നമ്മൾ ക്രിക്കറ്റിൽ പറയുക. അപ്പോൾ ആദ്യമേ പറയുക, നമ്മൾ ബാറ്റ് 2 V ഷുഡ് ബി അലൈൻ ടുഗദർ. ഒരു V സെയിം ലൈനിലായിരിക്കണം ബാറ്റ് ഇരിക്കേണ്ടത്. ഇത് പറയുക ബാറ്റ് സ്പ്ലൈസ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് കുട്ടികൾ ബേസിക്കായിട്ട് പറയുക, നേരെ ബാറ്റ് താഴെ തന്നെ വയ്ക്കുക, വരിക, നേരെ പിക്ക് ചെയ്യുക. 2 Vയും കയ്യിൽ 2 ഹാൻഡ്സും ഷുഡ് ബി അലൈൻ ടുഗദർ. 2 Vയും വന്നിട്ട് സ്പൈസിനോട്ട് നേരെ എടുത്ത് വി ഷുഡ് ബി അലൈൻ ടുഗദർ. നമ്മൾ റുട്ടീനായിട്ട് നമ്മൾ നോക്കി മാച്ചസ് കാണുമ്പോൾ അറിയാം, എല്ലാവരും ഓരോ വെച്ചിൻ്റെ എവരി ബോൾ നമ്മൾ എന്ത് ചെയ്യും, ഗ്രിപ്പ് നോക്കിയിട്ട് എല്ലാ ബാറ്റ്സ്മാൻമാരും ഗ്രിപ്പ് നോക്കും. കാര്യം ഈ ഗ്രിപ്പ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബോളിലോട്ട് ബാറ്റിൻ്റെ ഫുൾ ഫേസ് അങ്ങ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബാറ്റ് ഫേം ആവാതെ ഫുൾ ഫേസ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ മാക്സിമം റൺസിലേക്ക് ഇമ്പാക്റ്റ് ഫുള്ളായിട്ട് നമുക്ക് ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല ബോളിലേക്ക്. പറഞ്ഞ പോലെ തന്നെ 2 Vയും നമ്മൾ അലൈൻ ചെയ്ത് നേരെ പിടിച്ചു. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് നമ്മൾ സ്റ്റാൻസ്, നമ്മൾ എങ്ങനെയാണ് ബോൾ റിസീവ് ചെയ്യാൻ നിൽക്കേണ്ട പൊസിഷൻ. എല്ലാ ഡിഫറെൻറ്റ് ബാറ്റ്സ്മാർക്ക് ഡിഫറെൻറ്റ് അപ്രോച്ചാണ്, ഡിഫറെൻറ്റ് സ്റ്റാൻസാണ്. ഇറ്റ് വിൽ വേരി. ഡിപ്പെൻസ് പറയാം, ഇങ്ങനൊരു സ്റ്റാൻസ് ഒന്നുമില്ല. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും, ഓരോ പൊസിഷൻസ്. കുട്ടികൾ പഠിപ്പിക്കുമ്പോൾ ഒരു ബേസിക് സ്റ്റാൻസ് ഉണ്ട്, അത് ഞാൻ പറയാം. ഡിപ്പെൻഡ് ചെയ്യാം. അത് നമ്മൾ ഗ്രിപ്പ് എടുത്തതിന് ശേഷം നമ്മൾ ഫീറ്റ് ഷുഡ് ബി പാരൽ ടു ഈച്ച് അതർ. നമ്മൾ ക്രീസ് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഗാർഡ് എടുത്തു, അമ്പയർ ഗാർഡ് ചെയ്തതിന് ശേഷം മാക്സിമം ഷോൾഡർ വിട്ട് തന്നെ നമ്മൾ നിൽക്കാൻ ശ്രമിക്കും. ബാറ്റ് നമ്മുടെ ബാക്ക് ഫുട്ടിൻ്റെ കാലിൻ്റെ ബാക്കിൽ തന്നെ ടാപ്പ് ചെയ്തുകൊണ്ട് നിൽക്കും. നമ്മുടെ ബാറ്റിൻ്റെ ഹാൻഡിലെ നോബ് നമ്മുടെ ഫ്രണ്ട് ഫുട്ടിൻ്റെ തൈസ് റെസ്റ്റ് ചെയ്യും. അവിടുന്ന് ടാപ്പ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ബോളർ ഇൻവൈറ്റ് ചെയ്യുക. ഓക്കെ, അവിടെ നമ്മൾ ബാറ്റ് ലിഫ്റ്റ് അല്ലെങ്കിൽ സ്റ്റാൻസ് എടുത്ത് നിൽക്കുന്ന സമയത്ത് സ്റ്റാൻസ് എടുത്ത് നിന്നു. ഹെഡ് ഷുഡ് ബി സ്ട്രെയിറ്റ്, സൈഡ് ഓൺ ആയിട്ട് തന്നെ ഹെഡ് മെയിൻറ്റെയിൻ ചെയ്യും. ഈ ഹെഡിൻ്റെ പൊസിഷൻസ് നമ്മൾ നോക്കുമ്പോൾ ഹെഡ് ഷുഡ് ബി സ്ട്രെയിറ്റ് ടു ദി എന്താ പറയുക, ബോൾ ഡെലിവറി ചെയ്യുന്ന എവിടെ നിന്നാണ് ബോൾ വരുന്നത് അവിടത്തേക്ക് തന്നെ ഇരിക്കണം. ഷുഡ് ബി ബാലൻസ് ഈക്വലി, ന്യൂട്രലായിട്ട് തന്നെ ഇരിക്കുക. ചില ആൾക്കാർ ഫ്രണ്ട് ഫുട്ടിൽ ഇങ്ങനെ ലോഡിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ബാക്ക് ഫുട്ടിൽ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ മാക്സിമം ഹെഡ് ഇൻ ബിറ്റ്വീൻ യുവർ ലെഗ്സ്, അല്ലെങ്കിൽ ഈക്വലി വെയിറ്റ് 2 കാലിലും ഒരേ വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സൈഡോടായിട്ട് നമ്മൾ നിൽക്കും. ഓവർ ദ ഷോൾഡർ, ഫ്രണ്ട് ഷോൾഡർ ഓവർ തന്നെ നമ്മൾ ബോൾ റിസീവ് ചെയ്യാൻ നമ്മൾ നിൽക്കും. അവിടുന്ന് ബാറ്റ് ഓരോ ആൾക്കാരും രണ്ടാമത് പറഞ്ഞ ബാറ്റ് സ്റ്റാൻസ് നിൽക്കുന്ന സമയത്ത് മിക്കവർക്കും എല്ലാവരും ഹൈ ബാറ്റ് ലിഫ്റ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്, ഷോർട്ട് ബാറ്റ് ലിഫ്റ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്. മാക്സിമം റിസ്റ്റ് കോക്ക് ചെയ്ത് സ്റ്റേ സൈഡ് ഓൺ ബോൾ ചെയ്യുന്ന പൊസിഷനിൽ നിൽക്കും. ആൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ബാറ്റിംഗ് സെറ്റപ്പ് എന്താണെന്ന്. ഒരു ബാറ്റ്സ്മാൻ എങ്ങനെയാണ് നമ്മൾ ക്രിക്കറ്റ് കളി മാച്ചിന് മുന്നേ അല്ലെങ്കിൽ മാച്ചിൻ്റെ സമയത്ത് എങ്ങനെയാണ് റൂട്ടീൻ നമുക്ക് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം വന്ന് ബാറ്റ്സ്മാൻ ഗ്രിപ്പ്, ആദ്യം ഗാർഡ് നോക്കി, ഗാർഡ് അനുസരിച്ച് ഏത് ലൈൻ ഓഫ് സ്റ്റംസിലാണോ നിൽക്കുന്നത് അതനുസരിച്ച് ഗാർഡ് നോക്കി, ഗാർഡ് ചോദിച്ചതിന് ശേഷം അമ്പയറിന് ചോദിച്ചതിന് ശേഷം ആ ടോ രണ്ടും പാരലായിട്ട് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഗ്രിപ്പ് അലൈൻ ചെയ്തു, ഗ്രിപ്പ് നിവർത്തി നോക്കി 2 V ഒരേപോലെ അലൈൻ ചെയ്തു. അത് കഴിഞ്ഞ് ബാറ്റ് സെറ്റപ്പിലേക്ക് വന്നു. ബാറ്റ് ലിഫ്റ്റ്, ഇന്ന് സ്റ്റാൻസ് പൊസിഷൻ, അയാളുടെ ഏത് സ്റ്റാൻസിലാണോ അയാൾ റെഡിയായി നിൽക്കുന്നത് അയാളുടെ കംഫർട്ട് പൊസിഷനിലേക്ക് ആൾ വരികയാണ്. ഓക്കെ, റെഡി. ബാറ്റ് എടുത്തു. എപ്പോഴും പറയാം, എപ്പോഴും സൈഡ് ഓൺ പൊസിഷൻ മെയിൻ ഹെഡ് ഷുഡ് ബി സ്റ്റഡി. ബോൾ റിസീവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഹെഡ് സ്റ്റഡി ആയിട്ടിരിക്കുക. സ്റ്റഡി ആകുന്ന പൊസിഷൻ മാക്സിമം സ്റ്റേബിളായി നിൽക്കുക. വെയിറ്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കുക. ഫ്രണ്ട് ഫുട്ടിലും ബാക്ക് ഫുട്ടിലും. ഫ്രണ്ട് ഫുട്ടിലും എക്സസീവായിട്ട് വെയിറ്റ് പോകരുത്, ബാക്ക് ഫുട്ടിലും പോകരുത്. ഷുഡ് ബി ഇൻ സെൻറ്റർ, മിഡിൽ ചെയ്ത് നിൽക്കുക. ഹെഡ് ഷുഡ് ബി ബാലൻസ്. ഈ ബാലൻസ് ഹെഡ് ഉണ്ടെങ്കിൽ, ഹെഡ് സ്റ്റഡി ആയിട്ട് ഹെഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബോൾ ലൈൻ അല്ലെങ്കിൽ ലെങ്ത് കൃത്യമായിട്ട് പിക്ക് ചെയ്യാനും അതനുസരിച്ച് നമുക്ക് ഷോട്ട് ഡെലിവറി ചെയ്യാനും പറ്റത്തുള്ളൂ. ഓക്കെ, ക്രിക്കറ്റിൽ 2 തരത്തിലുള്ള ബാറ്റുകളുള്ള, ഒന്ന് വെർട്ടിക്കൽ ഡൗൺസിങ്ങിൽ വെർട്ടിക്കൽ ബാറ്റ് ലിഫ്റ്റും ഉണ്ട്, ഹൊറിസോണ്ടൽ ബാറ്റ് ലിഫ്റ്റും ഉണ്ട്. വെർട്ടിക്കൽ ബാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോൾ അടുത്ത് വരുന്ന നിയറായിട്ടുള്ള ബോൾ നമ്മൾ വെർട്ടിക്കലായിട്ടായിരിക്കും ഡൗൺസിലായിരിക്കും മീറ്റ് ചെയ്യുക. വെർട്ടിക്കലായിട്ട് ബാറ്റ് ലിഫ്റ്റ് എടുക്കും. അവിടുന്ന് പിന്നെ ഷോർട്ട് ഓഫ് പിച്ച് ബോൾസിന് കളിക്കാനായിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ ഷോട്ട് ബാറ്റ് ലിഫ്റ്റ് എടുക്കും. ആദ്യം നമ്മൾ ഗ്രിപ്പ് എടുത്തു, ബോൾ റിസീവ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻസിലേക്ക് വന്നു, പിന്നെ ബാറ്റ് ലിഫ്റ്റ്.
നമ്മൾ മുന്നോട്ട് ഫ്രണ്ട് ഫുട്ടോട്ട് കളിക്കാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് പിന്നോട്ട് അല്ലെങ്കിൽ ടുവേർഡ്സ് നമ്മുടെ പിന്നിലേക്കായിരിക്കും എന്ത് ചെയ്യുക ബാറ്റ് ലിഫ്റ്റ് പോവുക. ആ പോകുന്ന സമയത്ത് ഹെഡ് ഷുഡ് ബി സ്റ്റഡി, ഓൾവേസ് ട്രൈ ടു സ്റ്റേ ഇൻ സൈഡ് ഓൺ പൊസിഷൻ. സൈഡ് ഓൺ പൊസിഷൻ നിൽക്കുക. ട്രൈ ടു ഹാവ് ദിസ് ബാറ്റ് എന്താ പറയുക, ഈ നമ്മൾ ടോപ്പ് ഹാൻഡ് ബോട്ടം ഹാൻഡ് രണ്ട് കൈയും ആൾവേസ് ട്രൈ ടു റിമെയിൻ ക്ലോസ് ടു ദ ബോഡി. എവേ പോകരുത്. എവേ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ സ്വിങ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ ഡൗൺ സ്വിങ്ങിൽ എറർ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഓൾവേസ് ട്രൈ ടു ക്ലോസ് എന്താ പറയുക, എപ്പോഴും ബാറ്റ് ലിഫ്റ്റ് എന്ത് ചെയ്യുക, ട്രൈ ടു കീപ്പ് ഇറ്റ് ക്ലോസ് ടു ദി ബോഡി. ഇവിടുത്തെ എവേ പോകണം ഒറ്റ സമയം മാത്രമേ ഉള്ളൂ. ഷോർട്ട് പിച്ച് ബോളിന് കട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഹൊറിസോണൽ ഷോട്ട്സ് കളിക്കുമ്പോൾ മാത്രമേ ബാറ്റ് എവേ പോകത്തുള്ളൂ. മുന്നിലേക്ക് ഫ്രണ്ട് ഫുള്ളിൽ മുന്നിലേക്ക് വെർട്ടിക്കൽ ഷോട്ട്സ് കളിക്കുമ്പോൾ ട്രൈ ടു ഓൾവേസ് റിമെയിൻ ക്ലോസ് ടു ദ ബോഡി. ഞാൻ നേരത്തെ പറഞ്ഞു ബാറ്റ് ലിഫ്റ്റ് മുന്നോട്ട് നമുക്കുള്ളത് ഒരു വെർട്ടിക്കലായിട്ടുള്ളൊരു ലിഫ്റ്റുണ്ട് ഫ്രണ്ട് ഫുട്ട് ഷോട്ട്സ് കളിക്കുമ്പോൾ. ഫ്രണ്ട് ഫുട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് വി വിൽ ടേക്ക് ഒരു വെർട്ടിക്കൽ ബാറ്റ് ലിഫ്റ്റ് എടുക്കും. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ തിരിച്ച് പോയിട്ട് നമ്മൾ കളിക്കും. ഒരു ഹൊറിസോണൽ ലിഫ്റ്റ് ഉണ്ട്. ഹൊറിസോണൽ ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഷോട്ട് കളിക്കാൻ പോവുക. 1 പുള്ള് കളിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ എടുക്കുന്നത് ഇതേപോലൊരു എന്താ പറയുക, നമ്മൾ ടോപ്പ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ തലയ്ക്ക് പാരലായിട്ടൊരു ഹൊറിസോണ്ടൽ ലിഫ്റ്റ് എടുക്കും. ബാക്കി എല്ലാ ലിഫ്റ്റും അല്ലെങ്കിൽ ബൗൺസ് അനുസരിച്ച് കളിക്കുന്ന എല്ലാ ലിഫ്റ്റും ഇൻ ബിറ്റ്വീൻ ദിസ് ആണ്. ഈ വെർട്ടിക്കലിൻ്റെയും ഹൊറിസോണലിൻ്റെയും പ്ലെയിനിൻ്റെ ഇടയിലായിരിക്കും എന്ത് ചെയ്യുക, കൈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഗുഡ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ചെക്ക് ഡ്രൈവ് അടിച്ച് ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ, ബാറ്റ് മുന്നോട്ട് പോട്ടെ. ഓക്കെ, തിരിച്ച് വന്നു. ഇപ്പോൾ ബാറ്റ് ലിഫ്റ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും തിരിച്ച് ഡൗൺ സ്വിങ് എവിടെയാണ് വന്നത്. തിരിച്ച് ബാറ്റ് എവേ പോവാതെ ക്ലോസ് ദ ബോഡി തന്നെ വരിക. കോൺടാക്ട് ഷുഡ് ബി റൈറ്റ് അണ്ടർ ദി ഐസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പാഡ്സ്. കണ്ണിൻ്റെ അടിയിൽ നിന്ന് തന്നെ മാക്സിമം കണ്ണിൻ്റെ അടിയിൽ നിന്ന് തന്നെ മീറ്റ് ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോൾ തറയെ കൂടെ ഗ്രൗണ്ട് ഷോട്ട്സ് കളിക്കാൻ പറ്റും. നിങ്ങൾ എത്ര എവേന്ന് കോൺടാക്ട് ചെയ്യുന്നു അത്രയും ബോൾ എയറിൽ പോകാൻ ചാൻസ് കൂടുതലായി. നമ്മൾ എപ്പോഴും പറയുന്ന ഫ്രണ്ട് ഫുട്ട് ഷോട്ട്സ് കളിക്കുമ്പോൾ എപ്പോഴും കണ്ണിൻ്റെ അടിയിൽ നിന്ന് മീറ്റ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് ഡിഫൻസിന് നമുക്ക് ഫോളോ ത്രൂ ഇല്ല. ഡിഫൻസിന് ഫോളോ ത്രൂ ഇല്ലാതെ നമ്മൾ കളിക്കുന്നത് ഡിഫൻസ് കളിക്കുമ്പോൾ. അത് കഴിഞ്ഞ് മുന്നോട്ട് ഓരോ ഷോട്ട്സ് കളിക്കുമ്പോൾ ചെക്ക് ഡ്രൈവിന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല, പഞ്ചിന് ഇവിടെ നിൽക്കും. അത് കഴിഞ്ഞ് ഫുൾ ഫോളോ ത്രൂ അടിക്കുന്ന സമയത്ത് ഫോളോ ത്രൂ ഷോട്ട്സ് അനുസരിച്ച് ഫോളോ ത്രൂ മാറും. ഡിഫൻസിന് ഇല്ല. ചെക്ക് ഡ്രൈവ് അടിക്കുന്ന സമയത്ത് ഹാഫ് നമ്മളിങ്ങനെ ലീൻ ചെയ്ത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കത്തേ ഉള്ളൂ. ഫുൾ ഫോളോ ത്രൂ വരുമ്പോൾ അത് ഫുള്ളായിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. പിന്നെ ഫ്ലിക്ക് ഗ്ലാൻസിനൊക്കെ നമ്മൾ ഫോളോ ത്രൂ എടുക്കും. ഹോർസോൺ ഷോട്ട്സിന് എല്ലാത്തിനും ഫോളോ ത്രൂ ഉണ്ട്. ബേസിക് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു ഗ്രിപ്പ്, സ്റ്റാൻസ്, ബാറ്റ് ലിഫ്റ്റ്, ഡൗൺ സ്വിങ് ആൻഡ് കോൺടാക്ട്, പിന്നെ ഫോളോ ത്രൂ. ഓക്കെ.